ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില സ്ത്രീകളുടെ എല്ലാം കക്ഷത്തിൻ്റെ ബാക്കി ഭാഗത്തായിട്ട് ഇങ്ങനെ തടിപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ബാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാധാരണ ബ്ലൗസിൽ നിന്ന് ബാക്കി മുറിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാനിങ്ങനെ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്ത് നേരെ ഒന്ന് വരച്ചു. അതിനുശേഷം 1/4 ഇഞ്ചും പോയിൻറ്റും തയ്യൽത്തും കൊടുത്തു. നോർമൽ ബ്ലൗസാണ് കേട്ടോ, ലൈനിങ് ബ്ലൗസ് അല്ല, നോർമൽ ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഞാൻ 1/4 ഇഞ്ച് പോയിൻറ്റ് തയ്യൽത്തും കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ആ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ ലൈനൊന്ന് നേരെ വരച്ച് അതിൻ്റെ മുകളിൽ ഞാൻ തയ്യൽത്തുമ്പ് 1/4 ഇഞ്ച് പോയിൻറ്റും തയ്യൽത്തുമ്പും കൊടുത്തു. അപ്പോൾ ഇനി ഈ ലൈനിൽ വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലൈനിൽ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോൾഡർ അങ്ങ് മാർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ആഴവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചിൻ്റെ നേർപകുതി എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ 2.25 ഇഞ്ചിനെ ഒരു 1/4 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. കാരണം 1/4 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് വരും, നെക്കടിക്കുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വരുന്നുണ്ട്. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ വീതി 5.5 ഇഞ്ചാണ്. അപ്പോൾ 2.25 നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ചിൽ ഞാൻ അതിൻ്റെ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു. അപ്പോൾ കഴുത്തിൻ്റെ വീതിയും കഴുത്തിൻ്റെ ഇറക്കവും കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കഴുത്തിൻ്റെ ബാക്കി കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചിൽ നിന്ന് തയ്യൽത്തുമ്പ് കഴിച്ച് 4.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആ 4.25 ഇഞ്ചിൽ ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ ഇനി നമുക്കതിന് ഈ സ്കെയിൽ വെച്ച് നമുക്ക് അതിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ അതിന് റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ആ ഷേപ്പ് ഞാനിങ്ങനെ കൊടുത്തു. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കവും വീതിയും മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ബാക്കി കഴുത്തിന് 5 ഇഞ്ച് ഇറക്കം ഉള്ളത് കൊണ്ട് നമ്മൾ യഥാർത്ഥ ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറയ്ക്കണം. യഥാർത്ഥ ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ചിട്ട്, അതായത് 1 ഇഞ്ചിന് 1 സെൻറ്റിമീറ്റർ എന്നുള്ള കണക്കിലാണ് ഈ 1.25 എന്ന് പറഞ്ഞത്. അപ്പോൾ 1.25 ഇഞ്ച് കുറയ്ക്കണം. ഇതിൻ്റെ യഥാർത്ഥ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 നിന്ന് 1.25 പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് 13.25 ആണ്. 13.25 പകുതി എന്ന് പറയുന്നത് 6.5 പോയിൻ്റാണ്. അപ്പോൾ 6.5 പോയിൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്, 6.5 പോയിൻറ്റ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈനിലാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് അളവെടുത്ത ആം ഹോളാണ്. അത് 18 ഇഞ്ചാണ്. അപ്പോൾ 18 ഇഞ്ച് ആം ഹോൾ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആം ഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 നിന്ന് 1/2 ഇഞ്ച് കുറച്ച്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 42 ഇഞ്ചാണ്. 42 നിന്ന് 1/6 എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ആംഹോൾ മാർക്ക് ചെയ്യണം. അപ്പോൾ 6.5 ഇഞ്ചിൽ ഞാൻ ആംഹോൾ മാർക്ക് ചെയ്ത് ഞാനത് ഒന്ന് നേരെ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നേരെ വച്ചു. അപ്പോൾ ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 42 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. നോർമൽ ബ്ലൗസിന് ചെസ്റ്റ് വണ്ണത്തോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടാണ് അതിൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 42 ഇഞ്ചാണ്. അതിനോട് നമ്മൾ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 44 ഇഞ്ചാവും. അപ്പോൾ 44 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ആ 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഈ തടിപ്പുള്ള ബാക്കി തടിച്ച് നിൽക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ ബാക്കി കട്ട് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. അത് നമ്മൾ ഇത് ബാക്കി പീസാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ടക്ക് പോയിൻ്റ് കൊടുക്കാറ്. എന്നാൽ ഇതിൻ്റെ ബാക്കി പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് ടക്ക് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇത് ബാക്കി പീസിലാണ് ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഈ തടിപ്പ് കൂടുതലുള്ള സ്ത്രീകൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്.
അപ്പോൾ ഈ ബ്രഷ് പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവണ്ണം, അതായത് വേസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 4 മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഈ ലൈൻ നേരെ വരയ്ക്കാറാണ് പതിവ്. എന്നാൽ ഈ ബ്ലൗസിന് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിന് ചെയ്യേണ്ട ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക് പീസിൽ തന്നെ നമ്മൾ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണം. അങ്ങനെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ബ്രസ്റ്റിൻ്റെ ലൂസിനോട്, ബ്രസ്റ്റിൻ്റെ വണ്ണത്തോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൽ ആ 2 ഇഞ്ച് ലൂസിൽ 3/4 ഇഞ്ച് ലൂസ്, അതായത് 1.25 ഇഞ്ച് ലൂസ് ഫ്രണ്ടിലും 3/4 ഇഞ്ച് ലൂസ് ബാക്കിലും നമ്മൾ ചേർക്കണം. ഒന്നുകൂടെ പറയാം, ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ അളവിനോട് 2 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പം അങ്ങനെയാണ് നമ്മളിതിൻ്റെ 4 നമ്മൾ സാധാരണ മാർക്ക് ചെയ്യണം. അപ്പോൾ ബാക്കിൽ നമ്മൾ ഒരിക്കലും ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യാറില്ല. പക്ഷേ ഈ ബ്ലൗസിന് നമ്മൾ ബ്രസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കക്ഷത്തിൻ്റെ ആ ഭാഗത്ത് അടിച്ച് നിൽക്കുന്ന സ്ത്രീകളായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബ്രസ്റ്റ് വണ്ണത്തിനോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടാണ് അതിൻ്റെ 4 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് ലൂസിൽ 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ഈ ബാക്ക് പീസിൽ ഈ പോയിൻറ്റിൽ, അതായത് ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. സാധാരണ നമ്മൾ വരയ്ക്കുന്നത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ മാർക്കിൽ നിന്ന് ലൈൻ ഇങ്ങനെ നേരെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വരയ്ക്കാറ്. പക്ഷേ ഈ തടിപ്പുള്ള ബ്ലൗസിന് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിൽ നമ്മൾ ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ സാധാരണ ബ്ലൗസിനും ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യാറില്ല. എന്നാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ലൂസിനോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടും. അപ്പോൾ ആ 2 ഇഞ്ച് ലൂസ് കൂട്ടുന്നതിൽ 3/4 ഇഞ്ച് ലൂസ് ബാക്കി പീസയിലും ബാക്കി 1.25 ഇഞ്ച് ലൂസ് ഫ്രണ്ട് പീസയിലും കൂട്ടണം. അപ്പോൾ 3/4 ഇഞ്ച് ലൂസ് എന്ന് പറയുന്നത് 1/4 ഇഞ്ച് പോയിൻ്റാണ്. അപ്പോൾ ആ 1/4 ഇഞ്ച് പോയിൻറ്റ് നമ്മൾ സാധാരണ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ ലൈനില്ലേ, ഈ ലൈനിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് പോയിൻറ്റ് മാറ്റി വരയ്ക്കണം. അപ്പോൾ ആ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ലൈൻ ഈ മാർക്ക് കൊടുക്കണം, ബാക്കിൽ കൊടുക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ചെസ്റ്റ് അളവ് ഇതാണ്. ചെസ്റ്റിനോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിൻ്റെ 4 ഇവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ മാർക്കിൽ നിന്ന് വേസ്റ്റ് അളവിൻ്റെ, അത് വേസ്റ്റ് അളവ് 40 ഇഞ്ചാണ്, അതിൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. അപ്പോൾ വേസ്റ്റ് അളവിലേക്ക്, ചെസ്റ്റ് അളവിൻ്റെ പോയിൻറ്റിൽ നിന്ന് വേസ്റ്റ് അളവിൻ്റെ പോയിൻറ്റിലേക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ വരയ്ക്കാറാണ് പതിവ്. അങ്ങനെ വരയ്ക്കുന്ന വരയിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റിന് 2 ഇഞ്ച് ലൂസ് കൂട്ടുന്നതിൽ 1/4 ഇഞ്ചും പോയിൻറ്റ് ലൂസ്, അതായത് 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കി പീസ കൊടുക്കണം. 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കി പീസയിൽ ചേർക്കണം. ബാക്കി 1.25 ഇഞ്ച് ലൂസ് വേണം ഫ്രണ്ട് പീസയിലായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ആ ലൈനിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. ഉണ്ടോ? ആ ലൈനിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. അതായത് 1/4 ഇഞ്ചും പോയിൻറ്റ് നമ്മൾ വ്യത്യാസം വരുത്തി ആ ലൈനിലാണ് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4 മാർക്ക് ചെയ്തേ. അപ്പോൾ ഈ മാർക്ക് മുതൽ ഈ മാർക്ക് വരെ, അപ്പോൾ അതായത് ഈ വേസ്റ്റ് അളവിൻ്റെ ഈ മാർക്കും ചെസ്റ്റ് അളവിൻ്റെ ഈ ബ്രസ്റ്റ് അളവിൻ്റെ ഈ മാർക്കും ആ ലൈനും ഈ പോയിൻ്റ് തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടോ അത്രയുമുള്ള ടക്ക്, അതായത് ഇപ്പോൾ 1 ഇഞ്ച് വ്യത്യാസം. അപ്പോൾ 1 ഇഞ്ച് വ്യത്യാസമുള്ള ആ ബാക്കിൽ, അതായത് ഇതിൻ്റെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് 10 ഇഞ്ചാണ്, അതിൻ്റെ സെൻറ്റർ 5 ഇഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ 4 മാർക്കും ഈ ബ്രസ്റ്റ് അളവിൻ്റെ ലൂസിൽ 1/4 ഇഞ്ചും പോയിൻ്റ് നമ്മളിവിടെ കൂട്ടിയിട്ടു. അപ്പോൾ ആ ലൈനിലേക്ക് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അപ്പോൾ ആ വരച്ച ആ ലൈനും ഈ വേസ്റ്റ് അളവിൻ്റെ ഈ പോയിൻ്റ് തമ്മിലുള്ള അകലം എത്രയാണോ അത്രയും ഉള്ള ടക്കാണ് നമ്മളോട് ചെയ്യേണ്ടത്. അതായത് ഇത് തമ്മിൽ 1 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ചുള്ള ടക്ക് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ടക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വീതിയിലുള്ള 2 ടക്ക് ബാക്കിൽ കൊടുക്കണം. അപ്പോൾ അത് ടക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിരുന്നു.
അപ്പോൾ ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മളിവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കും വേസ്റ്റ് അളവിൻ്റെ നല്ലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കും നമ്മളിങ്ങനെ നമ്മൾ നേരെയാണ് വരയ്ക്കാറ്. അങ്ങനെ ആ നേരെ വരയ്ക്കുന്ന ആ ലൈനിന് പകരം നമ്മൾ ബ്രസ്റ്റ് അളവിനോട് നമ്മൾ 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. ആ 2 ഇഞ്ച് കൂട്ടുന്നത് സാധാരണ നമ്മൾ ഫ്രണ്ടിലാണ് ആ ലൂസ് കൊടുക്കാറ്. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, അതിൽ നിന്ന് 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കിൽ കൊടുക്കും. ആ 3/4 ഇഞ്ച് ലൂസ് ബാക്കിൽ കൊടുക്കുന്നു. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. ആ മാർക്ക് നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കണം. അങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ വരയും വേസ്റ്റ് അളവിൻ്റെ ഈ പോയിൻ്റ് തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയുമുള്ള ടക്ക് വേണം നമ്മളിവിടെ ബാക്കിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കും. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തു, 1 ഇഞ്ച് ടക്കും കൊടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ആം ഹോള് 18 ഇഞ്ചാണ്. അപ്പോൾ ഇത് 18 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ 18നോട് നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 19 ഇഞ്ചാവും. 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പകുതി 9.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ ആം ഹോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ 9.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കേട്ടോ, ഇത് കൃത്യം 9.5 ഇഞ്ചുണ്ട്. കണ്ടോ, ആ പോയിൻ്റ് കൃത്യം 9.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ നമ്മൾ എത്രയാണ് ചെയ്തതെന്നറിയാമോ? ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 നിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 9.5 ഇഞ്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബാക്കി പീസ് മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസമുള്ളത്. സാധാരണ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ ചെസ്റ്റിൻ്റെ ആ മാർക്കും വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ വേസ്റ്റിൻ്റെ മാർക്കും നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കക്ഷത്തിൻ്റെ ആ ഭാഗത്ത് പുറത്ത് തടിപ്പ് കൂടുതലുള്ള സ്ത്രീകൾക്ക് നമ്മൾ ബ്രസ്റ്റിൻ്റെ ലൂസ് ഫുള്ളായിട്ട് ഫ്രണ്ടിൽ കൊടുക്കാതെ അതിൽ നിന്ന് 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കിൽ കൊടുക്കണം. അങ്ങനെ ആ ബാക്കിൽ കൊടുക്കുന്ന ആ ലൂസ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻ നമ്മൾ നേരെ വരയ്ക്കണം. അങ്ങനെ ആ നേരെ വരച്ച ആ ലൈനും നേരെ വരച്ച ആ ലൈനും വേസ്റ്റിൻ്റെ 4 മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് തമ്മിലുള്ള അകലം എത്രയാണോ അത്രയുമുള്ള ടക്ക് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഷോൾഡർ ഇത്രയും വീതി ഉള്ളതുകൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുക്കണമുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ആ തയ്യൽ തുമ്മിൻ്റെ അത്രയും നമ്മൾ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് മുറിക്കാം. ഫ്രണ്ട് മുറിക്കാൻ നമ്മൾ ബാക്കി പീസ് ഇട്ടാണ് ഫ്രണ്ട് മുറിക്കുന്നത്. അപ്പോൾ ബാക്കി പീസ് ഇടുമ്പോൾ നമ്മൾ ഈ തേരിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് മാറ്റി നമ്മൾ ഇടണം. ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. ഷോൾഡർ ഇങ്ങനെ വരയ്ക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ കഴുത്ത് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ എൻഡ് മാർക്ക് ചെയ്യണം. അങ്ങനെ ഈ കൈക്കുഴി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് വണ്ണം മാർക്ക് ചെയ്യണം. ഇവിടെ ഈ ലൈൻ നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ ഈ ഫോൾഡിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ കഴുത്തിൻ്റെ ആ ഭാഗം നേരെ വരയ്ക്കണം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. അതുകൊണ്ട് നമ്മൾ ഈ ലൈനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം.
അപ്പോൾ ഇത് കഴുത്ത്, ഇത് ഷോൾഡർ, ഇത് വണ്ണം, ഇത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ്. അപ്പോൾ ആം ഹോൾ വരച്ചു. ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കമാണ്. കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ മുൻകഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ച് 5.25 ഇഞ്ചിന് മാർക്ക് ചെയ്തു. അപ്പോൾ 5.25 ഇഞ്ചിൽ നമ്മൾ കഴുത്ത് വരച്ചു. ആ കഴുത്തിന് നമ്മൾ സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി നമ്മൾ ആം ഹോള്, ഇത് ഫ്രണ്ട് ആം ഹോളാണ്. അപ്പോൾ അത് നമ്മൾ അല്പം കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. ആ ഷേപ്പിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആം ഹോൾ ഇങ്ങനെ ചെരിച്ച് വരച്ചു. ആ ചെരിച്ച് വരച്ച ആ ലൈനിൽ അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടിട്ട്, അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട്, അപ്പോൾ ഇത് 6.5 ഇഞ്ചാണ്, അതിൻ്റെ 3.25 ഇഞ്ച്, 3.25 ഇഞ്ച് സെൻറ്റർ കണ്ടു. ആ സെൻറ്ററിൽ നമ്മൾ വെച്ച് നമ്മളിങ്ങനെ ആം ഹോൾ കൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുത്തു. അപ്പോൾ ഇതാണ് ആം ഹോള്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ടക്ക് പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് ഞാൻ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന ആ പോയിന്റിൽ നമ്മൾ അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് ടക്കിനുള്ളത്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 ആകെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് നമ്മൾ ടക്കിന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി ബ്രസ്റ്റ് പോയിൻറ്റിൽ നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റിനോട് 2 ഇഞ്ച് കൂട്ടിയാണ് ചെസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്തത്. അതുപോലെ ബ്രസ്റ്റിനോട് 2 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ബ്രസ്റ്റിനോട് നമ്മൾ 2 ഇഞ്ച് കൂട്ടുന്ന ആ 2 ഇഞ്ച് ലൂസിൽ 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കിൽ കൂട്ടിയായിരുന്നു. ബാക്കി 1.25 ഇഞ്ച് ലൂസാണ് നമ്മളിവിടെ കൂട്ടേണ്ടത്. അപ്പോൾ ആ 1.25 ഇഞ്ച് ലൂസ് നമ്മൾ ഫ്രണ്ടിൽ ചേർത്തുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 2 ഇഞ്ച് കൂട്ടുമ്പോൾ 48 ഇഞ്ചാവും. അപ്പോൾ 48 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ആ 12ൻ്റെ അതിൽ 3/4 ഇഞ്ച് നമ്മൾ ബാക്കിൽ കൂട്ടി, ബാക്കി 1.25 ഇഞ്ച് കൂടെ മതി. അപ്പോൾ 1.25 ഇഞ്ചിന് നമ്മളിവിടെ എന്ത് ചെയ്യണം, 11.5 പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. 11.5 പോയിൻ്റ്. അപ്പോൾ 11.5. അപ്പോൾ അത് ഇങ്ങനെ പറയാം, നമ്മൾ ചെസ്റ്റ് വണ്ണത്തിനും ബ്രസ്റ്റ് വണ്ണത്തിനും നമ്മൾ ലൂസ് കൂട്ടുന്നത് 2 ഇഞ്ചാണ്. ചെസ്റ്റിനായാലും നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടും, ബ്രസ്റ്റിനായാലും നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടും. അതിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ തടിയപ്പ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ മാത്രം, ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോഴല്ല, ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ മൊത്തം ലൂസിൻ്റെ 3/4 ഇഞ്ച് നമ്മൾ ബാക്കിൽ കൊടുക്കണം എന്നുള്ളതാണ്. ബാക്കിൽ 3/4 ഇഞ്ചും ഫ്രണ്ടിൽ 1.25 ഇഞ്ചും ലൂസ് കൊടുക്കണം. അങ്ങനെയുള്ള നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ അതായത് നമ്മൾ മൊത്തം ലൂസിൻ്റെ 1.25 ഇഞ്ച് ഫ്രണ്ടിൽ കൂട്ടിക്കൊണ്ട് അതിൻ്റെ 4/1 ഞാനിവിടെ മാർക്ക് ചെയ്തത്. ബ്രസ്റ്റ് വണ്ണത്തിനോട് 1.25 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ഞാനിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ മാർക്കിലേക്ക് ഞാനിങ്ങനെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുവാണ്. അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു. അതിനുശേഷം ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ചു. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടക്കിൻ്റെ വീതിയും ടക്കിൻ്റെ ഇറക്കവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇതിന് അത്ര ഇഞ്ച് ടക്ക് ഇറക്കം വേണം, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടക്കിറക്കം കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, ടക്ക് പോയിൻറ്റിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം. ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 3.25 പോയിൻറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3.25 ഇഞ്ച് എന്ന് പറയാം. 3.25 ഇഞ്ചാണ് ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ 3.25 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ആദ്യം ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ലൈനിലാണ് നമ്മളിനി വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം 3.25 ഇഞ്ച്. അപ്പോൾ ഇനി ടക്കിൻ്റെ അകലം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് അടുത്ത ബ്രസ്റ്റ് പോയിൻറ്റിലേക്കുള്ള അകലം നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം ടക്ക് പോയിൻ്റ് കണ്ടുപിടിക്കും.
അപ്പോൾ ഇത് ഒരു ബ്രഷ് പോയിന്റിൽ നിന്ന് മറ്റ് ബ്രഷ് പോയിന്റിലേക്കുള്ള അകലം 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 4 ഇഞ്ച്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ടക്കിൻ്റെ വീതിയാണ്. ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു. ഇത് ചെസ്റ്റ് അളവിൻ്റെ 4/1, അത് കഴിഞ്ഞ് നമ്മൾ ടക്കിനുള്ള 1/2 ഇഞ്ചും. ഇവിടെ നമ്മൾ ബ്രസ്റ്റ് അളവിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ആ പോയിൻ്റ്, അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ബ്രസ്റ്റ് അളവിൻ്റെ ഈ പോയിന്റിലൂടെ നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു. അപ്പോൾ നേരെ ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനുള്ള മാർഗം ഈ നേരെ ഈ വരച്ച ലൈനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ 4/1 നമ്മൾ ഈ ലൈനിൽ മാർക്ക് ചെയ്യും. വേസ്റ്റ് അളവിൻ്റെ 4/1 നമ്മൾ ഈ ലൈനിൽ മാർക്ക് ചെയ്യും. ഇതാണ് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്ന ലൈൻ. അതിൻ്റെ 4/1, അതായത് വേസ്റ്റ് അളവ് 40 അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റും ഈ ലൈനിലേക്കുള്ള ഈ അകലം, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള അകലം, അതെത്രയാണോ അതാണ് ഇതിൻ്റെ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2.25 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ച്. അപ്പോൾ ഒരു സൈഡിലേക്ക് 1 പോയിൻറ്റ്, 1 ഇഞ്ചും പോയിൻറ്റ് ഒരു സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്ക് 1 ഇഞ്ചും പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ 2.25 ഇഞ്ചാണ് ഇതിൻ്റെ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. ടക്കിൻ്റെ വീതി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തേക്കണ ഈ പോയിൻ്റ്, ആ പോയിന്റിൽ നിന്ന് ഈ ചെസ്റ്റ് അളവ് ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് നമ്മൾ ആ ലൈൻ നേരെ വരച്ചായിരുന്നു. ആ ലൈനിലേക്കുള്ള അകലം, വേസ്റ്റ് അളവിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള അകലം എത്രയാണോ അതാണ് ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് 2.25 ഇഞ്ചാണ്. അത് നമ്മളോട് മാർക്ക് ചെയ്തു. ഇനി നമ്മളതിന് ഷേപ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പകുതിയിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.25 അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5 പോയിൻറ്റും അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 1.25 പോയിൻറ്റും 1.25 പോയിൻറ്റിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അത് 1.25 ഇഞ്ച്. ആ 1.25 ഇഞ്ച് നമ്മൾ ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇതാണ് ടക്കിന് അങ്ങോട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് ഈ പോയിൻറ്റിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഷേപ്പ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് നമ്മൾ കൊടുക്കണം. ചെറിയ റൗണ്ട് ഷേപ്പ് അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഈ സ്കെയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ സ്കെയിൽ വെച്ച് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് ടക്ക് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, ടക്കിൻ്റെ വീതി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പോയിൻ്റ് ബ്രഷ് പോയിൻറ്റിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം. അതുപോലെ തന്നെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ലൈനിൽ ഈ വേസ്റ്റ് അളവിൻ്റെ 4/1 ഈ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും മാർക്ക് ചെയ്ത ആ ലൈൻ നമ്മൾ നേരെ വരച്ചിരുന്നു. ആ നേരെ വരച്ച ലൈനിലേക്ക് വേസ്റ്റ് അളവിൻ്റെ ഈ പോയിന്റിൽ നിന്ന് എന്തൊരു അകലമുണ്ടോ അത്ര ആണ് ഈ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടക്കിൻ്റെ വീതിയും ഇറക്കവും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ബ്രസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് അളവിൻ്റെ ലൂസ് 2 ഇഞ്ചാണ് നമ്മൾ കൂട്ടണം. മൊത്തം ലൂസ് 2 ഇഞ്ചാണ് കൂട്ടണം. ആ 2 ഇഞ്ചിൽ 1.25 ഇഞ്ച് ഫ്രണ്ടിലും 3/4 ഇഞ്ച് പുറകിലും നമ്മൾ ചേർത്തു എന്നുള്ളതാണ് ഈ ബ്ലൗസിൻ്റെ വ്യത്യാസം. അപ്പോൾ 3/4 ഇഞ്ച് ലൂസ് നമ്മൾ ബാക്കി പീസ് കട്ട് ചെയ്യാൻ നേരത്ത് ആ ബാക്കി പീസ് കൊടുത്തു. 1.25 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലും കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിന് 3 ടക്ക്, ആ ടക്കിനുള്ള മാർക്ക് കൊടുക്കാം. അപ്പോൾ കൈക്കുഴി അവിടെ നിന്നുള്ള ടക്ക് നമുക്കൊരു 1.5 ഇഞ്ച് മുകളിൽ നിന്നാൽ മതി. അങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ച് മാറ്റി സൈഡിൽ നിന്നുള്ള ടക്ക് അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 4 ഇഞ്ചും പോയിൻറ്റും വെച്ച് 2 സൈഡിലേക്ക്, ഇവിടെയും 4 ഇഞ്ച് വെച്ച് 2 സൈഡിലേക്ക്, ഇങ്ങനെയാണ് ടക്ക്. അപ്പോൾ നമുക്ക് ഇത് പൂർണ്ണമായി, അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. ഈ ടക്കിൻ്റെ ഈ ഭാഗത്തേക്ക്, മുകളിൽ നിന്ന് ഈ ടക്കിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മളൊരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ടക്കും വണ്ണവും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്ക് വെട്ടാനുള്ള സ്ലീവാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ സ്ലീവ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കിടന്നു. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് ഇറക്കമുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം നമ്മൾ മടക്കി അടിക്കാനുള്ളത് നമ്മൾ വരച്ചു. അതാണ് ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. 6 ഇഞ്ചാണ് കേട്ടോ, 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ മുകളിൽ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. ഈ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് നമ്മളിവിടെ സ്ലീവിൻ്റെ അടിവശം വണ്ണം. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇറക്കവും വീതിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി കട്ട് ചെയ്തപ്പോൾ അതിനെ കൈക്കുഴി മാർക്ക് ചെയ്തത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 6/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കൈ മാർക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 1/4 ഇഞ്ച് കൂട്ടണം. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 1/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എത്രയാവും? 8.25 ഇഞ്ച്. അപ്പോൾ 8.25 നമ്മൾ 1/4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 8.5 ഇഞ്ച്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ട് ആ 8.5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ നേരെ വരയ്ക്കണം. അപ്പോൾ ആ 8.5 ഇഞ്ച് നമ്മളിങ്ങനെ നേരെ വരച്ചിട്ട്, അപ്പോൾ അത് അത്രയാണ് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 1/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 പറയണത് ചെസ്റ്റ് വണ്ണം 42ആണ്. അതിൻ്റെ 5/1 എന്ന് പറയണത് 8.25 8.25 നമ്മൾ 1/4 ഇഞ്ച് കൂട്ടി. അപ്പോൾ അങ്ങനെ 8.5 ഇഞ്ച്. അപ്പോൾ അങ്ങനെ 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ആ 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഈ വരയുണ്ടല്ലോ, ഈ വരയിലേക്ക് ടേപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ 8.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 9.5 ഇഞ്ച്. 9.5 ഇഞ്ച് ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ച് വെക്കണം. ഇങ്ങനെ ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ ഈ തയ്യൽ തുമ്പിലേക്ക് നമ്മൾ 9.5 ഇഞ്ച് ചെരിച്ച് വെക്കണം. ചെരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ ആ ഇറക്കം എത്രയാണോ അതാണ് ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം. അതായത് ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ച്. അപ്പോൾ ആ 4 ഇഞ്ചിനെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് പോയിൻ്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ അതിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അപ്പോൾ കൈക്കുഴിയുടെ ഇറക്കമാണ് ഞാൻ പറഞ്ഞത്. ചെസ്റ്റിൻ്റെ 5/1 1/4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം കിട്ടും. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ 8.5 പകുതി 4.25 ഇതിൻ്റെ സെൻറ്റർ. ഇനി ഇത് 3.5 3.25 അതിൻ്റെ പകുതി എന്ന് പറയണത് 1.25 പോയിൻ്റ് 1.25 പോയിൻറ്റും 3.5 പകുതി 1.25 1.25 നിന്ന് 1/4 ഇഞ്ച് കൂട്ടി. അപ്പോൾ 1.25 നിന്ന് 1/4 ഇഞ്ച് കൂട്ടുമ്പോൾ 2 ഇഞ്ച്
ഇവിടുന്ന് 2 ഇഞ്ച് നമ്മൾ മാർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇതിൻ്റെ സെൻറ്ററുമാണ് ഈ പോയിൻ്റ്. അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ചാണ് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്കെയിൽ വയ്ക്കുന്നു, നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കും. അതിനുശേഷം സ്കെയിൽ തിരിച്ചു വയ്ക്കുന്നു, അവിടെ നമ്മൾ ഷേപ്പ് കൊടുക്കും. അപ്പോൾ ഇതാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5-1 4 ഇഞ്ച് കൂട്ടി, അപ്പോൾ 8.5 ഇഞ്ച്. ആ 8.5 ഇഞ്ചിന് 1 ഇഞ്ച് കൂട്ടി, 8.1 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ച് നമ്മളിങ്ങനെ ഈ തൈത്തുമ്പിലേക്ക് ഈ ലൈനിൽ നിന്ന് നമ്മൾ ചെരിച്ചു വെച്ചു. അങ്ങനെ വെച്ച് നമ്മൾ കൈക്കുഴി, അതിൻ്റെ ഇറക്കം, അതിൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കൈക്കുഴി നമ്മൾ എത്ര കിട്ടണം? 9.5 ഇഞ്ച് കിട്ടണം. 9.5 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഉണ്ടോ? ഇത് കറക്റ്റ് 9.5 ഇഞ്ച്. അപ്പോൾ കൈക്കുഴി 9.5 ഇഞ്ച് കിട്ടണം. ഇതിപ്പോൾ കറക്റ്റ് 9.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തേക്കാം. ഇതിന് വണ്ണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മളിതിനൊരു 4 ഇഞ്ചോളം നമ്മൾ ഫ്രണ്ട് ബാക്കിയും കുഴിച്ച് വെട്ടണം. നമ്മൾ കുഴിച്ച് വെട്ടണം. അപ്പോൾ അത് ഫ്രണ്ടും ബാക്കിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഇഞ്ച് കൊടുന്ന് കുഴിച്ചെടുത്ത് കളയും. അപ്പോൾ അതാണ് ഫ്രണ്ട് കൈക്കുഴി. അത് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റിലൂടെ അവസരം പോലെ ഞാൻ മറുപടി പറയുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.